ലൈഫിൽ മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കൃത്യമായിട്ട് ആശയവിനിമയം നടത്താനാണ് നമുക്കൊരു ഭാഷ വേണ്ടത്. മലയാളം സംസാരിക്കുമ്പോൾ ഒരിക്കൽ പോലും അതിൻ്റെ ഗ്രാമർ ആലോചിച്ച് നമ്മൾ വിയർത്തിട്ടില്ല. ഒരു ഭാഷ അത് എത്രത്തോളം കൈകാര്യം ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ആ ഭാഷയോടുള്ള ഭയം മാറിക്കിട്ടും. നിരന്തരം ആവർത്തിക്കുക എന്നത് മാത്രമാണ് ഒരു ഭാഷ പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഈ കമ്പനിയിലെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലെറ്റ്സ് ടോക്ക് ഇംഗ്ലീഷ്. കഴിഞ്ഞ കണ്ടന്റിൽ എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും എന്ന് ഇംഗ്ലീഷിൽ പറയേണ്ടത് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സാഹചര്യങ്ങൾ ആവശ്യമായിട്ട് വരുന്നൊരു കാര്യമാണ് ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയേണ്ട സാഹചര്യം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. നമ്മുടെ ഫ്യൂച്ചർ എൻഗേജ്മെൻറ്റിനെ കുറിച്ച് നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ആരോടെങ്കിലും പറയേണ്ട സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രയോഗമാണ് ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടു. കേൾക്കുമ്പോൾ തന്നെ ചെറിയൊരു സംശയം ഉണ്ടാകുന്നുണ്ട് അല്ലേ? ഹാസ് ടു ആണോ ഉപയോഗിക്കേണ്ടത്, ഹാവ് ടു ആണോ ഉപയോഗിക്കേണ്ടത്? പേടിക്കണ്ട, സിമ്പിളാണ്. 4 കണ്ടീഷൻസ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. കണ്ടീഷൻ നമ്പർ 1, നിങ്ങൾക്ക് ആരോടെങ്കിലും പറയണം നിങ്ങൾക്ക് ഇന്ന കാര്യം ചെയ്യാനുണ്ട് എന്ന് നിങ്ങൾക്ക് വേറൊരാളോട് പറയണം എന്നാണ് കണ്ടീഷൻ എന്ന് സാഹചര്യം എന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്യേണ്ട സമയത്ത്, അങ്ങനെ പറയേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി, ആ പ്രവൃത്തിയുടെ മുന്നിൽ ഹാവ് ടു എന്ന് ചേർക്കണം. ആ പ്രവൃത്തിയുടെ മുന്നിൽ ഹാവ് ടു എന്ന് ചേർക്കണം. നിങ്ങൾക്കൊരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി, ആ പ്രവൃത്തിക്ക് തൊട്ട് മുന്നിലായിട്ട് ഹാവ് ടു എന്ന് ചേർക്കുക. ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് ഒരുപാട് തുണി കഴുകാനുണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾ അങ്ങനെ അത് കഴുകാനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. പെട്ടെന്ന് നിങ്ങളുടെ സുഹൃത്തിൻ്റെ കോൾ വരുവാണ്. വൈകുന്നേരം ഒന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ് സുഹൃത്ത് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് വരാൻ പറ്റില്ല, ഇന്നതാണ് കാര്യമെന്ന് നിങ്ങൾക്ക് പറയണം. ഇതെങ്ങനെ നമ്മൾ പറയും? അപ്പോൾ നമുക്ക് സാഹചര്യം മനസ്സിലായി. നമുക്കിവിടെ ചെയ്യേണ്ട പ്രവൃത്തി എന്താണ്? വാഷ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട പ്രവൃത്തി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, വാഷ് ചെയ്യുക എന്ന പ്രവൃത്തിക്ക് തൊട്ട് മുൻപിലായിട്ട് എന്ത് ചെയ്യുക? ഹാവ് ടു ചേർക്കുക. സെന്റൻസ് നോക്കുക, സോറി ഐ ഹാവ് ടു വാഷ്. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. മനസ്സിലായി കാണുമല്ലോ. കണ്ടീഷൻ നമ്പർ 2, നിങ്ങൾക്ക് മറ്റൊരാളെ കുറിച്ചാണ് ഈ ഒരു സാഹചര്യം, ഈ ഒരു സിറ്റുവേഷനിൽ സംസാരിക്കേണ്ടതെന്ന് വിചാരിക്കുക. അതായത് മറ്റൊരാൾക്ക് ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരുന്ന സാഹചര്യം. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ വ്യക്തി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി എന്താണോ ആ പ്രവൃത്തിക്ക് തൊട്ട് മുന്നിലായിട്ട് ഹാവ് ടുവിന് പകരം ഹാസ് ടു എന്ന് ചേർക്കുക. സെന്റൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. നോക്കുക, ഹി ഹാസ് ടു സ്റ്റഡി എ ലോട്ട്. She has to make a call. Preeti has to attend a meeting. അപ്പോൾ ഈ 3 സെന്റൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇതാണ് കണ്ടീഷൻ നമ്പർ 2. കണ്ടീഷൻ നമ്പർ 3 ഇങ്ങനെയാണ്. നിങ്ങൾക്ക് പറയാനുള്ളത് ഒന്നിലധികം ആൾക്കാരെ കുറിച്ചാണെന്ന് കരുതുക. ആ സമയത്ത് നേരത്തെ ഉപയോഗിച്ചതുപോലെ തന്നെ എന്ത് പ്രവൃത്തിയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രവൃത്തിക്ക് തൊട്ട് മുന്നിലായിട്ട് ഹാവ് ടു എന്ന് ചേർക്കുക. എക്സാമ്പിൾ നോക്കുക, we have to get up early. Preeti and Kirti have to catch a train. They have to pay the fine. മനസ്സിലായല്ലോ. ഇനി 4ാമത്തെ കണ്ടീഷൻ, അതായത് അവസാനത്തെ കണ്ടീഷൻ. നിങ്ങൾക്കൊരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരോടോ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടൊരു നിർദ്ദേശം നൽകണം. ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വെർബിന് മുന്നിലായിട്ട് ഹാവ് ടു ചേർത്തുകൊണ്ട് ഇംഗ്ലീഷിൽ അത് പറയാം. എക്സാമ്പിൾ നോക്കുക, you have to reach there on Monday. All of you have to bring all your certificates. മനസ്സിലായി കാണുമല്ലോ. ഇംഗ്ലീഷിൽ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി ഹാസ് ടു ആൻഡ് ഹാവ് ടു എങ്ങനെ യൂസ് ചെയ്യണം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ പഠിച്ച ആ ഒരു ഫോർമാറ്റ് വെച്ചിട്ട് പുതിയ പുതിയ സാഹചര്യങ്ങളിൽ സെന്റൻസ് പറഞ്ഞ് പഠിക്കുക. നിങ്ങൾ എത്രത്തോളം അത് പറഞ്ഞു പഠിക്കുന്നോ, എത്രത്തോളം നിങ്ങളത് ജീവിതത്തിൽ ആവർത്തിക്കുന്നോ അത്രത്തോളം ആ ലാംഗ്വേജ് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറും. നിങ്ങൾ മനഃപൂർവ്വം ശ്രമിക്കാതെ തന്നെ ആ ലാംഗ്വേജ് വരുന്ന സാഹചര്യത്തിലേക്ക് അത് മാറും. നിങ്ങൾ ഈ കണ്ടന്റ് കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. പകരം ഈ കണ്ടന്റിലൂടെ ഞാൻ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് നിങ്ങളുടെ ലൈഫിൽ എത്ര തവണ നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നു, എത്ര തവണ നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നു, അത്രയും കൂടുതൽ നിങ്ങൾക്ക് ആ ലാംഗ്വേജ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു കണ്ടന്റുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു. ബൈ.